അല്ല, ഒരുപാട് കുടുംബ ബന്ധങ്ങളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഈ സ്റ്റോറി ലൈൻ ഭയങ്കര ഒരു ദൃഢമായിരുന്നു അല്ലേ? ഇങ്ങനെ കുടുംബങ്ങൾ തമ്മിലുള്ള റൈവൽറി എന്ന് പറയുന്ന റോമിയോ ആൻഡ് ജൂലിയറ്റ്, ലൈല മജ്നു, അങ്ങനെയൊക്കെ ഉള്ള ക്ലാസിക്സിലെല്ലാം ഉണ്ട്. പക്ഷേ ഇതിന് ഇങ്ങനെ ഒരു എന്താ പറയുക, സ്ത്രീകളോടുള്ള വിദ്വേഷം, ഒരിക്കലും മക്കള് വിവാഹിതരാകാൻ പാടില്ല എന്ന പ്രതിജ്ഞ എടുത്തിരിക്കുന്ന അഞ്ഞൂറാൻ്റെ ക്യാരക്ടർ ഒരു പുതുമയുള്ള ക്യാരക്ടറാണ് അല്ലേ? അതിപ്പോൾ തെലുങ്കിൽ റീമേക്ക് ചെയ്തപ്പോൾ എൻ എം പിള്ള സാർ തന്നെ ചെയ്തു. തെലുങ്കിൽ ഹിറ്റായിരുന്നത്, സൂപ്പർ ഹിറ്റാണ്. അതിൽ ഭാനുമതി അമ്മയാണ് പിന്നെ ഈ ആനപ്പാറ അച്ചാമ്മയുടെ റോൾ ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ റോൾ ചെയ്തത് ചന്ദ്രമോഹൻ എന്ന് പറയുന്ന ഒരു ആക്ടറാണ്. എന്തായാലും ഈ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻഹരിഹർ നഗർ, ഗോഡ് ഫാദർ എന്ന ചിത്രങ്ങൾ കാരണം ഞാൻ മലയാള സിനിമയിൽ നായകനായി മാറി എന്നുള്ളതാണ്. കാരണം മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞ ചിത്രം പ്ലാൻ ചെയ്തപ്പോൾ ആദ്യം നായകനായിട്ട് ഫിക്സ് ചെയ്തത് മുകേഷിനെയാണ്. മുകേഷ് ജഗദീഷ് കോമ്പിനേഷൻ. അപ്പോൾ മുകേഷിന് ഒറ്റയാൾ പട്ടാളം എന്ന് പറഞ്ഞ ചിത്രത്തിൽ നായകനായിട്ട് അവസരം കിട്ടി. അപ്പോൾ മുകേഷ് അതിൽ നിന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ നായകനാക്കാൻ തീരുമാനിച്ചു. ഡെന്നിച്ചായനും സംവിധായകൻ തുളസീദാസ്, നിർമ്മാതാവ് ചങ്ങനാശ്ശേരി ബഷീർ. അപ്പം എനിക്കാണെങ്കിൽ ഈ റിസ്ക് എടുക്കാൻ വയ്യ. നായകൻ എന്ന് പറഞ്ഞാൽ പടം പരാജയപ്പെട്ടാൽ എൻ്റെ അവസ്ഥ പരിങ്കല്ലാവും. അതുകൊണ്ട് ഞാൻ നായകനാവാനില്ല. ഞാൻ മുകേഷിനെ ചെന്ന് കണ്ടു. മുകേഷ് പറഞ്ഞു, ഒരു രക്ഷയില്ല അളിയ, നീ തന്നെ ചെയ്യ്, റിസ്ക് ഒക്കെ എടുക്കണേ, എല്ലാം സേഫ് ആക്കണമെന്ന് വിചാരിച്ചാൽ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ നായകനായി. പക്ഷേ ഈശ്വരാനുഗ്രഹം എന്ന് പറയട്ടെ, ഫസ്റ്റ് ഫിലിം തന്നെ, ഹീറോ ആയിട്ടുള്ള ഫസ്റ്റ് ഫിലിം, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, 100 days ഷീൽഡ് ഉണ്ട്. ഒരുപാട് ആ ഒരു മോഹം പൂവണിയാൻ പോവായിരുന്നല്ലേ നായകൻ. അത് ഈ മിമിക്രിക്കാർക്ക് ഈ സിനിമ വന്നതോടുകൂടി ഒരു ഭയങ്കര ഇമേജ് ആയിരുന്നു. അതെ, ആ സിനിമയിൽ ഒരുപാട് മിമിക്രി സീൻസ് ഉണ്ടായിരുന്നു. നല്ല രസമുള്ള ആ സിനിമ വന്നതിന് ശേഷം ഒരുപാട് മിമിക്രി സിനിമ ഇറങ്ങി. അതെല്ലാം അതെ, മാത്രമല്ല ആ നായകനായിട്ടുള്ള പടത്തിൽ തന്നെ റൊമാൻസും ഒക്കെ. അതിനകത്ത് കിട്ടിയൊരു പാട്ടുണ്ട്, ചെല്ലക്കാറ്റും പള്ളിത്തേര്. ചെല്ലക്കാറ്റിൻ പള്ളിത്തേരിൽ ചിങ്ങച്ചമ്മാനം കന്നിത്തേനെ നിന്നെ തേടും സ്വർണ്ണക്കൂടാരം. നല്ല പാട്ടല്ലേ സാറേ? ഈ മിമിക്സ് പരേഡ് ഈ ഓണ സമയത്താണ് റിലീസ് ചെയ്തത്. ഏത് ഓണമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായിരുന്നാലും ഫസ്റ്റ് ഡേ ഞാൻ ഓർക്കുന്നു തിരുവനന്തപുരത്ത് കൈരളി തിയേറ്ററിൽ ആണ് ഞാൻ. അതുവഴി ഞാൻ ആ ഫസ്റ്റ് ഷോ കാണാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായില്ല, പേടിയായിരുന്നു. പക്ഷേ അതുവഴി പോയി. അന്ന് അതിൻ്റെ തൊട്ടടുത്തുള്ള ഹൊറൈസൺ ഹോട്ടലിൽ വേറൊരു ഡിസ്കഷൻ നടക്കായിരുന്നു. അവിടെ നിന്ന് ഞാൻ കണ്ടു കൈരളിയിലുള്ള ഒരു വലിയ ആൾക്കൂട്ടവും ഒരു പിന്നെ ഒരിക്കലും ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു എന്താ പറയുക, അന്നത്തെ ലെവലിലുള്ള സൂപ്പർ താരങ്ങളുടെ പടത്തിൻ്റെ ഇനിഷ്യൽ കിട്ടിയ ഒരു പടമാണ് മിമിക്സ് പരേഡ്. മാത്രമല്ല പിന്നീട് തുടർന്ന് ഞാൻ അങ്ങനെ അത്രത്തോളം പടങ്ങളിൽ നായകനായിട്ട് അഭിനയിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല ഒരിക്കലും. സത്യസന്ധമായിട്ട് പറയട്ടെ, ഒരു 40ഓളം ചിത്രങ്ങളിൽ നായകനാവുക എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ഡ്രീം ചെയ്തിട്ടില്ല. പക്ഷേ പാട്ടുപാടി റൊമാൻറ്റിക് ഹീറോ എന്ന് പറഞ്ഞാൽ വെൽക്കം ടു കൊടൈക്കനാൽ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതിലെ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞ പാട്ടുപാടി, അതിലെ ഒരു കൊടൈക്കനാലിൻ്റെ പശ്ചാത്തലത്തിൽ പാട്ടുപാടിയത് സ്വയം മറന്നു. അത് മാത്രമേ വേറെ പാടില്ല, മഞ്ഞക്കൂട്ടുകൾ, അങ്ങനെ പാട്ടില്ലേ, നല്ല രസമുള്ള പാട്ട്. മഞ്ഞുകൂട്ടികൾ തെന്നലാട്ടികൾ തെഞ്ഞൊഴിഞ്ഞ് കാലമുമ്മ തന്ന പാട്ടുകൾ, പൂത്ത മാമരം നേർത്ത ചാമരം വീശി വീശി ഞാനുറങ്ങി അലസ സരസ സുഗത ശയനം. മഞ്ഞുകൂട്ടികൾ തെന്നലാട്ടികൾ തെഞ്ഞൊഴിഞ്ഞ് കാലമുമ്മ തന്ന പാട്ടുകൾ. രാജാമണി ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിലാണ്. ഗംഭീരമായിട്ടുള്ള 3 പാട്ടുകൾ. അതിനെക്കുറിച്ച് പറയുമ്പോൾ രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടെ വേണമല്ലോ. ഹ്യൂമർ വേണ്ടേ നിങ്ങൾക്ക്? ഹ്യൂമർ വേണ്ടേ? 100 days ഓടിയ പടമാണ് വെൽക്കം ടു കൊടൈക്കനാൽ. അതിൻ്റെ നിരൂപണം ഡയറക്ടർ അനിൽ ബാബു, ക്യാമറാമാൻ രവി കെ ചന്ദ്രൻ. ഇന്ന് ഹിന്ദിയിലെ വളരെ ബിസി ആയിട്ടുള്ള ക്യാമറാമാൻ നമ്മുടെ രാമേന്ദ്ര ബാബു സാറിൻ്റെ സഹോദരൻ രവി കെ ചന്ദ്രനാണ് അതിൻ്റെ ക്യാമറ. ഇനി ഹ്യൂമറിലേക്ക് വരാം. 100 days ഓടുന്നു. പക്ഷേ അതിൽ വന്ന നിരൂപണം എന്തായിരുന്നു എന്നറിയാം? ഒരു വാരികയിൽ വന്ന നിരൂപണം. വാരികയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ജഗദീഷിൻ്റെ പടം. അതെന്ന് വെച്ചാൽ റിലീസിന് ഈ 100 days ഒക്കെ സെലിബ്രേഷന് ശേഷമാണ് ഒരു റിവ്യൂ വരുന്നത്. റിവ്യൂ ആയിട്ടല്ല, ഒരു റിപ്പോർട്ട് പോലെ. ജഗദീഷിൻ്റെ വെൽക്കം ടു കൊടൈക്കനാൽ 100 ദിവസം പൂർത്തിയാക്കിയിരിക്കുന്നു. സന്തോഷമുള്ളൊരു കാര്യം. പക്ഷേ എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇത് എഴുതിയ ആൾ പറയാണ്, ഈ പടത്തിൽ മോഹൻലാൽ ആയിരുന്നു നായകനെങ്കിൽ ഇത് 300 ദിവസം ഓടിയേനെ. അപ്പോൾ അത് ഞാൻ അതിനെ എതിർക്കാനൊന്നും പോയില്ല. പലരും ചോദിച്ചു ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വളരെ സത്യമാണ്. ഇത് മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 300 ദിവസം ഓടും, 350 ദിവസം ഓടും.
ബാഹുബലി 2-ന്റെ റെക്കോർഡൊക്കെ ചിലപ്പോൾ ബ്രേക്ക് ചെയ്തേനെ, പറയാൻ പറ്റില്ല. വേറെ ടോപ്പ് ഹീറോ ആണെങ്കിൽ തീർച്ചയായിട്ടും സൂപ്പർ സ്റ്റാറാണ്. എന്നെപ്പോലുള്ള ഒരു സാധാ നടൻ്റെ പടം 100 ദിവസം ഓടുമ്പോഴാണ് അതൊരു റെക്കോർഡാകും അല്ലേ. സൂപ്പർ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരുപാട് പടങ്ങൾ 100 ദിവസം ഓടിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, പൊന്നാരൻ തോട്ടത്തെ രാജാവ് എന്ന് പറഞ്ഞ പടത്തിനെക്കുറിച്ചും ഈ നിരൂപണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷങ്ങളിലൊന്നാണ്. എൻ്റെ നായികയായിട്ട് ഉർവശിയാണ്. ഞാനും ഉർവശിയായിട്ട് നായകന്മാരായിട്ട് ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സ്ത്രീധനമൊക്കെ അതൊക്കെ ഉർവശി ചേച്ചിയായിട്ട് നല്ല കിടലം പടങ്ങളെ. തന്നെയായിരുന്നു നായികയാണ്. പൊന്നാരൻ തോട്ടം അല്ല, ആ പടത്തിലെ കാര്യം പറഞ്ഞത്. പൊന്നാരൻ തോട്ടത്തെ രാജാവ് അല്ലേ? ഇഞ്ചക്കാടൻ മത്തായി ഇതിലെല്ലാം ഉർവശിയാണ് നായിക. അപ്പോൾ പൊന്നാരൻ തോട്ടത്തെ രാജാവിനെ കുറിച്ചുള്ള നിരൂപണത്തിൽ ഹെഡിങ് ഇതായിരുന്നു, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന്. എന്നെക്കുറിച്ചാണ്. കാരണം എന്താ പറയുക, ഒരു ടോപ്പ് ഹീറോ ചെയ്യേണ്ട വേഷമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അതിനെയും കുറച്ചൊരു കളിയാക്കിക്കൊണ്ട് തന്നെയാണ്. തരക്കേടെല്ലാം ചെയ്തു, പക്ഷേ എന്നാൽ പോലും ഇത്രയും ഒരു എടുത്താൽ പൊങ്ങാത്ത ഒരു ക്യാരക്ടറാണ് ജഗദീഷ് എടുത്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു റിവ്യൂ. അതിനെയും ഞാൻ എതിർപ്പൊന്നും രേഖപ്പെടുത്താൻ പറ്റില്ല. നിരൂപകർക്ക് പറയാനുള്ള അവകാശമുണ്ട്, പ്രേക്ഷകർക്ക് എന്നെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. അത് ഒരു കാലത്തും ആ അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. അതാണ് എൻ്റെ പ്രത്യേകത.